യഥാർത്ഥത്തിൽ എന്താണ് ആ വീട്ടിൽ നടന്നത്? ഈ ഗോപൻ സ്വാമി നടന്നുപോയി പൂജ ചെയ്ത് അവിടെ വന്നിരുന്ന് ഈ ധ്യാനാവസ്ഥയിലൂടെ, അതായത് ഗുരുവര്യന്മാരൊക്കെ വർഷങ്ങളുടെ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പല ഗ്രന്ഥങ്ങളിലുമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ സമീപകാലത്ത് ഈ രീതിയിൽ സമാധിയിലേക്ക് എത്തുന്ന അത്രയും ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പിൻബലമോ എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നത് എനിക്കറിയില്ല. അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും അതിൽ പൂജ ചെയ്യുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഈ സന്യാസിവര്യന്മാർക്കൊക്കെ പൂർവാശ്രമം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെ വർഷങ്ങളായി അങ്ങനെ ഈ ഒരു സന്യാസ നിഷ്ഠയിലൂടെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ മകൻ പറയുന്നത് മാത്രം മുഖവിലേക്കെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ആ ഒരു സംഭവത്തെ പൂർണ്ണമായി നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു സ്ലാബിനുള്ളിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സമാധി സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടക്കം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരിൽ നിന്നും അത് ഗോപ്യമാക്കി, അതായത് ഒളിപ്പിച്ചു വെച്ചത്?